ഇന്ത്യയെ വീണ്ടും ചൊറിഞ്ഞ പന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും പങ്കെടുക്കുന്ന സംസ്ഥാനത്തെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ സമ്മേളനം ഭുവനേശ്വറിൽ നടക്കാനിരിക്കെ ബിജു പട്നായിക് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് ഭീഷണി സന്ദേശം നൽകിയിരിക്കുകയാണ് ഖലിസ്ഥാൻ വിഘടനവാദി നേതാവ് ഗുർപന്ത് സിംഗ് പന്നു. ഡിസംബർ 1 D-Day ആണെന്നും അന്ന് ബിജു പട്നായിക് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുള്ള യാത്ര ഒഴിവാക്കണമെന്നും യാത്രക്കാരോട് നിർദ്ദേശിച്ചുകൊണ്ടുള്ളതായിരുന്നു ഭീഷണി സന്ദേശം. 59ാമത് പോലീസ് ഡയറക്ടർ ജനറൽ ഇൻസ്പെക്ടേഴ്സ് ജനറൽ സമ്മേളനത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഭീഷണി സന്ദേശങ്ങൾ. 3 ദിവസത്തിനകം ലഭിക്കുന്ന രണ്ടാമത്തെ ഭീഷണി സന്ദേശമാണിത്. ഭുവനേശ്വറിൽ ഒരു മാധ്യമപ്രവർത്തകനാണ് ഇമെയിൽ സന്ദേശമായി ഭീഷണി ലഭിച്ചത്. സന്ദേശം ലഭിച്ചയുടൻ തന്നെ സൈബർ വിദഗ്ധൻ മാധ്യമപ്രവർത്തകന്റെ വീട്ടിലെത്തി സന്ദേശത്തിന്റെ ഉറവിടം സംബന്ധിച്ച വിവരങ്ങൾ അറിയാൻ ശ്രമം നടത്തിയിരുന്നു. കൂടുതൽ കാര്യങ്ങൾ ഉറപ്പുവരുത്താൻ സന്ദേശം അയച്ച ആളുടെ IP അഡ്രസ് പരിശോധിക്കുമെന്ന് പോലീസ് പറഞ്ഞു. പനുവിന്റെ ശബ്ദ സന്ദേശം വൈറലായതോടെ നടത്തിയ പരിശോധനയിൽ വിമാനത്താവളത്തിലെ 1-ാം ടെർമിനലിന് പുറത്ത് സംശയാസ്പദമായ ഒരു ബാഗ് കണ്ടെത്തിയിരുന്നു. ബാഗ് BSF ഉദ്യോഗസ്ഥർക്ക് പരിശോധനയ്ക്ക് വിധേയമാക്കി. ഒഡീഷയിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ പങ്കെടുക്കുന്ന പരിപാടികൾക്കിടയിൽ പരിഭ്രാന്തി സൃഷ്ടിക്കാനുള്ള വ്യാജ ഭീഷണികളാകാം ഇതെന്നാണ് പോലീസിന്റെ നിഗമനം. അതേസമയം അയോധ്യയിലെ രാമക്ഷേത്രം ഉൾപ്പെടെയുള്ള ഹിന്ദു ക്ഷേത്രങ്ങൾ ലക്ഷ്യമിട്ട് പന്നുവിന്റെ ഭീഷണി സന്ദേശം ഈ മാസം ആദ്യം വന്നിരുന്നു. നിരോധിത സിഖ് ഫോർ ജസ്റ്റിസ് എന്ന സംഘടന പുറത്തുവിട്ട വീഡിയോയിൽ നവംബർ 16, 17 തീയതികളിൽ ആക്രമണം ഉണ്ടാകുമെന്നായിരുന്നു മുന്നറിയിപ്പ്. കാനഡയിലെ ബ്രാംപ്ടണിൽ വെച്ച് റെക്കോർഡ് ചെയ്ത വീഡിയോ ഹിന്ദു ആരാധനാലയങ്ങൾക്ക് നേരെയുള്ള ആക്രമണം ലക്ഷ്യമിട്ടുള്ളതായിരുന്നു. അക്രമ ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തിന്റെ ജന്മസ്ഥലമായ അയോധ്യയുടെ അടിത്തറ ഞങ്ങൾ ഇളക്കുമെന്നാണ് വീഡിയോയിൽ പന്നു പറഞ്ഞത്. ഇന്ത്യയിലെ ഏറ്റവും പുണ്യസ്ഥലങ്ങളിൽ ഒന്നിന് നേരിട്ടുള്ള ഭീഷണിയാണ് പന്നു തന്റെ പ്രസ്താവനയിൽ പറഞ്ഞത്. ഈ വർഷം ജനുവരിയിൽ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടന വേളയിൽ പ്രധാനമന്ത്രി മോദി അവിടെ പ്രാർത്ഥിക്കുന്ന ചിത്രങ്ങളാണ് വീഡിയോയിൽ ഉണ്ടായിരുന്നത്. ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് നേരെയുള്ള ഖലിസ്ഥാനി ആക്രമണങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ കാനഡയിൽ ഇന്ത്യക്കാർക്കും പന്നു മുന്നറിയിപ്പ് നൽകിയിരുന്നു. പ്രത്യേക സിഖ് രാഷ്ട്രം എന്ന ആശയം പ്രോത്സാഹിപ്പിക്കുകയാണെന്ന ലക്ഷ്യത്തോടെ പന്നുവിന്റെ SFJ വിവിധ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. സാമുദായിക സൗഹാർദ്ദം തകർക്കാൻ പന്നു ഇതുവരെ നിരവധി പ്രകോപനപരമായ പ്രസ്താവനകളും പുറപ്പെടുവിച്ചിട്ടുണ്ട്. 2020 ജൂലൈയിൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ നിയമം പ്രകാരം പന്നുവിനെ തീവ്രവാദിയായി പ്രഖ്യാപിച്ചിരുന്നു. ഇന്ത്യ ഗവൺമെന്റ് ഇയാളുടെ അറസ്റ്റിനായി 1-ലധികം വാറണ്ടുകളും പുറപ്പെടുവിച്ചിട്ടുണ്ട്.